Arrow, how do you feel now? I'm good, doctor. Are you fine? Yes. Okay. Arrow ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരം ആ റൂമിൽ ചെന്നിരിക്കുക, കുറച്ച് നേരം റിലാക്സ് ചെയ്യും. I will talk to your parents and I will call you. Okay. സർ, അവൻ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? പ്രശ്നം നിങ്ങളുടെ മകനല്ല, നിങ്ങൾക്കാണ്. നിങ്ങളുടെ മകൻ സൂയിസൈഡ് ചെയ്യാനായി ശ്രമിച്ചതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഐ തിങ്ക് സം കൈൻഡ് ഓഫ് ഗെയിം, അല്ലെങ്കിൽ ആരെങ്കിലും ട്രിഗർ ചെയ്തതും ആവാം. விஜய் சினிமா நல்லா இருந்ததுல்ல? நான் கண்டு. ടീച്ചർ വന്നു. नमस्ते बच्चों। बैठो बैठो। बच्चों, आज हम गांधी जी के बारे में सीखने वाले हैं। ओके, बताओ गांधी जी का मृत्यु कब हुआ? आरव बताओ। टीचर, गांधी जी ने October 2 മരിച്ചു. ഹേ, अच्छा, അച്ഛനോ? അച്ഛൻ വീട്ടിലാ. നീയൊക്കെ പഠിക്കാൻ തന്നെയാണോ സ്കൂളിലോട്ട് വരുന്നത്? ആ ടീച്ചർ, പഠിക്കാൻ തന്നെയാ. നീ എന്നോട് തിരിച്ചു പറയാൻ തുടങ്ങിയോ? വാടാ ഇങ്ങോട്ട്. നീ ഇവിടെ നിൽക്ക്. ചെല്ലുള്ളിലേക്ക്. May I come in? Yeah, come in. പത്താം ക്ലാസ് പാസ്സാകാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? പഠിച്ചോളാം. ബബ്ബ അടുത്ത പരീക്ഷ ഹാഫ് ഇയർലി ആണ്. അതിൽ 75% മാർക്ക് വേണം. ഇല്ലെങ്കിൽ ക്രിക്കറ്റും കളിച്ച് നടന്നാൽ മതി. Okay, sir. This is your last warning. Okay? You may go now. It's nice. ഹലോ, ലീവോ? എന്തിനു വേണ്ടി? നീ ക്രിസ്മസിന് കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു ദിവസം ലീവ് എടുത്തേ? ഇനി ലീവുമില്ല, ഒന്നുമില്ല. എന്താ മാനേജരെ ഇത്ര ദേഷ്യം? കളിയാക്കണ്ട. അടുത്ത മീറ്റിങ്ങിനുള്ള പ്രസന്റേഷൻ റെഡിയാക്കി കഴിഞ്ഞോ? അത് ഞാൻ നോക്കിക്കോളാം. നിനക്കെന്നെ പുറത്താക്കാനൊന്നും പറ്റില്ലല്ലോ. നാളത്തേക്ക് എൻ്റെ ഫയൽസ് എല്ലാം റെഡിയാക്കി എൻ്റെ ടേബിളിൽ എത്തിച്ചേക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അത് നമുക്ക് നാളെ മീറ്റിംഗിൽ കാണാം. നിന്റെ ബോസിക്കൊക്കെ ഓഫീസിൽ മതി. ഇവിടെ ഞാനാ ബോസ്. എൻ്റെ ഒരൊറ്റ മെയിൽ മതി ആരാ ബോസ് എന്നറിയാൻ. അവൻ വലിയ ആളാണെന്ന് അവന്റെ വിചാരം. എന്ത് ഭയങ്കര ഷോ ആണ്. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ? എന്റെ ബർത്ത്ഡേയോ? അതെപ്പോ? നമുക്കെല്ലാം ബർത്ത്ഡേ ഇട്ടാ. ഇതങ്ങോട്ട് നോക്കിയേ, കൈവിട്ട് പോയല്ലോ. നിന്റെ വിചാരം പ്രശ്നം പിന്നെ ഈ മേല ഈ പരിസരത്ത് കണ്ടുപോരുന്നു. മോനെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? വേദനയുണ്ടോ? ഇല്ല. കുഞ്ഞിന്റെ പേരൻസിന് ഒരു മീറ്റിംഗ് ആണേ, അതുകൊണ്ട് എത്താൻ പറ്റുകയില്ല.
അപ്പോൾ അതുകൊണ്ട് നെയ്ബേഴ്സിനെ കൂട്ടി വിടാമേ. നിങ്ങളുടെ മകൻ ഭാവിയിൽ എന്താകണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം? ബിസിനസ്മാൻ ഡോക്ടർ. മാഡത്തിനോ? ഡോക്ടർ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചോ അവൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയാവോ? നിങ്ങൾക്ക് പ്രസിദ്ധമായൊരു കോട്ട് അറിയാവോ? ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ. ഒരാളുടെ കുട്ടിക്കാലമാണ് അയാളുടെ ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം. അതിനാദ്യം നിങ്ങൾ നന്നാവണം. നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കാണ് ആദ്യം കൗൺസിലിംഗ് നൽകേണ്ടത്. പ്രസാദേ, മകനോട് നേരെ ചൊവ്വേ സംസാരിച്ചിട്ട് എത്ര ദിവസമായി? കഴിഞ്ഞ 4 മാസമായി നിങ്ങൾ നിങ്ങളുടെ മകനോട് സ്നേഹപൂർവ്വം സംസാരിച്ചിട്ടുണ്ടോ? എനിവേ, അതൊക്കെ വിട്. നിങ്ങളുടെ മകനോട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കാരണം ഞാൻ ചോദിച്ചറിഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന സെയിം കാരണം തന്നെയാണ് അവൻ എന്നോട് പറഞ്ഞത്. നിങ്ങളെപ്പോഴെങ്കിലും ഒരുമിച്ചിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ വീട്ടിൽ? അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്രകൾ പോകാറുണ്ടോ? നിങ്ങളുടെ ഈഗോൻ്റെ പുറത്ത് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന പല ബാഡ് വേർഡ്സും ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുട്ടികളുടെ മാനസിക വളർച്ചയുടെ ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ് ഈ 10 to 16 എന്ന് പറയുന്നത്. അവരവരുടെ സൂപ്പർ ഹീറോസിനെ അനുകരിക്കാൻ തുടങ്ങുന്ന സമയം. ആ സമയത്ത് അവരുടെ സൂപ്പർ ഹീറോസ് ഈഗോ ക്ലാഷിൽ ജീവിതം ഇങ്ങനെ എറിഞ്ഞുടച്ച് നിൽക്കുമ്പോൾ വീട്ടിലും സ്കൂളിലും ഒരുപോലെ പരാജയപ്പെടുമ്പോഴും ഈ സങ്കടം പറയാനായിട്ട് സമാധാനിപ്പിക്കാനായിട്ട് ഒരു ചുമലില്ലാതാവുമ്പോൾ സ്വാഭാവികമായും ആരും ചെയ്തു പോകുന്ന ഒരു സെയിം സംഭവമാണ് നിങ്ങളുടെ മകനും ചെയ്തു പോയത്. ഐ തിങ്ക് അവൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇത് ചെയ്യാൻ ശ്രമിച്ചത്. അവൻ്റെ സ്ഥാനത്ത് ഇതിപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിലും ഇതിനു മുമ്പേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചു പോകേണ്ടതാണ്. ഈഗോ എന്നത് നമ്മുടെ വീടിൻ്റെ പടിക്ക് വെക്കേണ്ട ഒരു അലങ്കാര വസ്തുവാണ്. അത് ഉള്ളിൽ കയറ്റിയാൽ ഇതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നില്ല. അവന് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഒത്തുചേരൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 2 പേരും കയ്യിലാണ്. ഇനിയും വൈകിട്ടില്ല. ചിന്തിക്കൂ.